അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ. രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നതാണല്ലോ. നമ്മുടെ രാജ്യത്തെ തന്നെ ബ്രിട്ടീഷുകാരടക്കമുള്ള വിദേശികൾ അന്യായമായി കൈയടക്കി വെച്ച് ഈ രാജ്യക്കാരെ അടിമകളാക്കി മാറ്റിയ സന്ദർഭത്തിൽ ആ അനീതിക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ എല്ലാ മതക്കാരും മതമില്ലാത്തവരും അടക്കം ഒന്നിച്ചു നിന്നു. ആ സന്ദർഭത്തിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിലും കേരളത്തിലുമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, അതിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തത്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്നർത്ഥം. എന്നാൽ ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമല്ല. ശരീഅത്ത് പ്രശ്നം ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ നാം അതിനെ നേരിട്ടത് രാഷ്ട്രീയമായി കൂടിയാണ്. പാർലമെന്റിൽ ചുരുക്കം മുസ്ലിം MP-മാർ മാത്രം. കേരളത്തിൽ നിന്നുള്ള ഇന്ന് മരണപ്പെട്ടു പോയൊരു മുസ്ലിം MP, അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ വിശുദ്ധ ഖുർആനും മറുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയും വെച്ചുകൊണ്ട് ദീർഘമായ ഒരു സംസാരം പാർലമെന്റിൽ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഈ കൈയിലുള്ള ഭരണഘടന, എൻ്റെ ഈ കൈയിലുള്ള വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് അവകാശം നൽകുന്നു. ആ സംസാരം കേട്ട അന്നത്തെ പ്രധാനമന്ത്രി ആ സംസാരം നിർത്താൻ പറഞ്ഞു. ആ ബില്ല് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുകയും ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്ത് പിറ്റേ ദിവസം പുലർച്ചെ വരെ ചർച്ച ചെയ്ത് വിശുദ്ധ ഖുർആനിന് അനുകൂലമായി വിവാഹമോചിതയായ സ്ത്രീയുടെ ജീവനാംശം സംബന്ധിച്ച് ശരീഅത്ത് നിയമപ്രകാരം മുന്നോട്ടു പോകാനുള്ള ബിൽ പാസാക്കി പാർലമെന്റ് അംഗീകരിച്ചു. പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല, പാർലമെന്റ് ഉള്ളിലെത്തിപ്പെട്ട് അവിടെ ന്യായം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന വലിയ സന്ദേശം അത് നമുക്ക് നൽകുന്നു എന്നർത്ഥം. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം വരെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് നിയമസഭാ ഇലക്ഷന് എന്നത് നാം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് ഏപ്രിൽ 9-നാണ്. ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. SIR വന്നതിന് ശേഷം SIR ഒരു ഭീഷണി പോലെ വരുന്നു എന്ന് കണ്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വോട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് അതിനെ മുസ്ലിം സമൂഹവും പൊതുസമൂഹവും ഏറ്റെടുത്തു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഇവിടെ നടക്കുകയാണ്. ആ SIR വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെട്ടു എന്നുകൂടി നാം ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ആർക്ക് വോട്ട് ചെയ്യണം, കൃത്യമായ കാഴ്ചപ്പാട് ഓരോ പൗരനും ഉണ്ടാകണം. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് വർഗീയതയാണ്, വർഗീയ ധ്രുവീകരണമാണ്. അതുകൊണ്ട് നമ്മുടെ വോട്ട് വർഗീയതക്കെതിരെ, വർഗീയ ധ്രുവീകരണത്തിനെതിരെ എന്നതായിരിക്കണം. ഈ സംസാരം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏപ്രിൽ 9-ന് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും തറവാട്ടിലും അയൽപക്കത്തും ഒക്കെയുള്ള എല്ലാവരും വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കുക. അതോടൊപ്പം അരാഷ്ട്രീയവാദം നമുക്കില്ല. രാഷ്ട്രീയ രംഗത്തെ എല്ലാ അരുതായ്മകളെയും എതിർക്കുകയും ഏറ്റവും ആരോഗ്യകരമായ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല മുന്നോട്ടു പോക്കിന് അനുകൂലമായ അവസ്ഥ നമുക്ക് സംജാതമാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.